എന്നെ ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് തിരുവനന്തപുരം. ഞാൻ ഇരിക്കുന്ന സ്റ്റാച്യൂവിൽ വന്നത്. അവർ മോളെ കൊണ്ടുവിടാൻ വന്നപ്പോൾ എന്നെയും കൂടി കാണാൻ വന്നു. വെരി 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 ഹാപ്പി. ഇനി അയാൾ പറയാം എൻ്റെ കാര്യം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ യൂട്യൂബിനകത്ത് എന്താ പറയുക ലൈവ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഈ മേഡത്തിൻ്റെ ലൈവ് വീഡിയോസൊക്കെ കണ്ട് എന്താ പറയേണ്ടത്, എനിക്കങ്ങനെ ഇഷ്ടം കുറേ വീഡിയോസൊക്കെ ഞാൻ കാണും. അപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വിഷമഘട്ടത്തിൽ ഒരു താങ്ങായിട്ട് ഒന്ന് കാണാം എന്ന് ഓർത്തിട്ട് ഞാൻ വന്നത്. ട്രിവാൻഡ്രം വന്ന സമയത്ത് ഞാൻ വന്നതാണ്. കണ്ട് ഒത്തിരി സംസാരിച്ചു. അവരെ വിഷമത്തിൽ ഞാനും പങ്കുചേരുന്നുണ്ട്. എത്രയും വേഗം നല്ലൊരു നീതി കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവർ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ചേട്ടനെ ഹസ്ബൻഡിനെ ഗൾഫിൽ നിന്ന് നമ്മൾ കോള് വിളിച്ച് കണ്ടു. ആ ചേട്ടന് എല്ലാ വിശ്വാസം അറിയിക്കുന്നത്. ഇവര് ചേട്ടൻ്റെ മോളൊരു നല്ല ഭാവിയുണ്ട്, വേറൊരു കുഞ്ഞിൻ്റെ മോളുണ്ട്. അവളെ ചേച്ചിനെ കൊണ്ടുവിടാനാ വന്നത്. അപ്പം നമുക്ക് ഇതിനപ്പുറം ഒരു സന്തോഷമില്ല. എന്താണെന്നറിയോ, കണ്ണൂർ വന്നിട്ടും തിരുവനന്തപുരം വന്നിട്ട് കാണൂല. നമ്മൾ നീതിക്ക് വേണ്ടി വന്നതാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ തീർച്ചയായിട്ടും. കാരണം എനിക്ക് കണ്ണൂരൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ട്രിവാൻഡ്രത്ത് എൻ്റെ നാട്ടിൽ, പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് കാണണമെന്ന് തോന്നി ഞാൻ അങ്ങനെ വന്നതാണ്. അതെ, ഒരുപാട് ആൾ കുറ്റം പറയാനും വൃത്തികേട് പറയാനും ഉണ്ട്, നല്ലത് പറയാൻ ആരുമില്ല. അപ്പോൾ ഒരു ലേഡി മറ്റൊരു ലേഡീനെ സഹായിക്കുന്ന കാണാൻ വരുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രൗഡ് മൊമെന്റ് ആണ്. അതായത് എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും കുറ്റവും കുറവും ഉണ്ട്. ആരും ഈ ഭൂമിയിൽ നീതിമാന്മാരായിട്ട് ജനിക്കുന്നില്ല. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയിട്ട് എന്നാണ് യേശുദേവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങളുണ്ട്, ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ എന്തേലും ഒരു കുറ്റം വെച്ചിട്ട് അതിനെ വെച്ചിട്ട് അവരെ അങ്ങനെ എന്താ വേണ്ടത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? പുകഞ്ഞ് ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് പോയി ഒരാളെ സിറ്റുവേഷൻ വെച്ച് എന്തൊക്കെയോ ആക്കി ചേർത്ത് ആസ്വദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അത് അവർക്ക് അധ്വാനമില്ല, വേറെ പണിയില്ല, ഒന്നുമില്ല. വേറൊരാൾ ഒരുങ്ങിക്കൂടാ, വേറൊരാൾ സംസാരിച്ചൂടാ, വേറൊരാളെ കുട്ടിക്കൊത്ത് തനിച്ചു പോയിക്കൂടാ, എല്ലാം വേറെ. ഇവരാണ് ഏറ്റവും വലിയ കള്ളത്തരം ചെയ്യുന്നത്. മനസ്സ് ശുദ്ധമായവരാണ് കാണാൻ വരുന്നത്, മനസ്സിൽ കള്ളത്തരമില്ലാത്തവരാ കാണാൻ വരുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ കുറേ ആളെന്നെ കാണാൻ വരുന്നുണ്ട്. അതന്നെ തിരുവനന്തപുരം വന്നിട്ട് യൂട്യൂബ് ചാനലിൽ എന്ത് നേടി, ഈ സ്നേഹമാണ് ഞാൻ നേടിയത്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ കിടക്കുന്ന സ്ഥലത്ത് എന്നെ കാണാൻ വന്നതാണ്. ജീവിതത്തിൽ ഈ സ്നേഹം എവിടെയും പോവില്ല. ഇവരെ കൊണ്ട് നടക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഹായ് സന്തോഷ്, ഹായ് സന്തോഷ്. അതും ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ, അത്രയും വിശ്വാസമുള്ള ഒരാളെ കൂടെ രാത്രി വരുന്നു. അതും കൂടി ചിന്തിക്കണം. സ്വന്തം വീട്ടിൽ അമ്മയുണ്ട്, പെങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവരെയും കൊണ്ട് വരുന്നത്. അതിനാണ് സല്യൂട്ട്. അതാ പറഞ്ഞ എല്ലാവരും ഒരു കണ്ണിലെ കാണരുത്. അതാണ് മനുഷ്യൻ ആദ്യം പഠിക്കേണ്ട പാഠം. എത്രയും പെട്ടെന്ന് ഈ രണ്ട് പെണ്ണുകുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ സമയത്ത് ആ ചേട്ടൻ്റെ വണ്ടിയിൽ വരണമെങ്കിൽ അദ്ദേഹം അത്രയും ഡീസൻ്റ് ആയതുകൊണ്ട് നമ്മൾ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ വരുമോ? ഒരാളെ ഒരു ക്ലാസ്സിലിട്ട് തൂക്കരുത്. അത് ഈ വൃത്തികെട്ട ചൊറിയന്മാർക്കുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ പറയുവാവേ. ചേച്ചീൻ്റെ അടുത്ത് നമുക്ക്